ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാന ചിന്ത തീയാണ്. തീ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് തീ, അഗ്നി. സ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. തീയുടെ ഒരു പ്രത്യേകത, അത് തീ ആയിരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ കനലായി, കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ചാരം പൂണ്ട് അതിൻ്റെ ചൂട് ഇല്ലാതായി തീരുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ആ ചാരം നാം ഊതിയാൽ ചാരം മാറി അല്പം ശേഷിക്കുന്ന തീ പിന്നീട് വീണ്ടും ഊതി കത്തിച്ച് നമ്മൾ തീപ്പന്തമാക്കി മാറ്റാറുണ്ട്. അത് നമ്മുടെ അമ്മമാര് പണ്ട് കാലങ്ങളിൽ അടുപ്പിൽ തീ ഊതി വലിയ തീപ്പന്തമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആഹാരം പാകം ചെയ്തിരുന്ന അമ്മമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടവും പഴയകാല ഓർമ്മകളും നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമ്മിലേക്ക് ലഭ്യമാകുന്നു. എന്നാൽ നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ വഴിവിട്ട ജീവിതങ്ങൾ, പാപങ്ങൾ, പാപത്തിൻ്റെ രുചി തേടി പോകുക വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പരിശുദ്ധാത്മാവിനെ മാമോദീസായിൽ നിന്ന് ആ കൂദാശയിലൂടെ ലഭ്യമായതിൻ്റെ എല്ലാ മഹത്വങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പാപത്തെ താലോലിച്ചിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെറും ചപ്പും ചവറുമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആയതുകൊണ്ട് നമുക്ക് വീണ്ടും പരിശുദ്ധ സഭ ഒരവസരം തരികയാണ്. ഇതാ, പുതുക്കം പ്രാപിക്കുവാൻ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധ വേദപാരായണങ്ങൾ നടത്തി ദൈവവചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതിൽ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും ഉള്ളതുകൊണ്ട് ആന്തരിക അവയവങ്ങളിലെല്ലാം ദൈവാത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, കുർബാന സ്വീകരണം വഴി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് തൃത്വത്തിൻ്റെ കൂട്ടായ്മയിൽ വീണ്ടും പുതുക്കം പ്രാപിക്കുവാൻ കൂദാശ നമ്മെ സഹായിക്കുന്നു. ദൈവമക്കളെ, ആയതുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ നാളുകൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇനി എടുക്കരുതേ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും മനഃപൂർവ്വം ഒക്കെ പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കെങ്ങും ഒന്നുമായി തീരാനായിട്ട് സാധ്യമല്ല. പുത്രൻ തമ്പുരാൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ. എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ, കർമ്മ മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ ദിനങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കാൻ ഇടയാകട്ടെ. അതിന് തക്കവിധം എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ കാലഘട്ടം അത്ര നല്ലതല്ല. ഈ കാലഘട്ടത്തിന് ആവശ്യമായ നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ദിനത്തിനും ആവശ്യമായ പുതിയ കൃപാവരങ്ങൾ എന്നിലും നിങ്ങളിലും ജ്വലിക്കുവാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.